പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് വരാനിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം സഹ്റത്തു ദുനിയ, ദുനിയാവിൻ്റെ അലങ്കാരമായിരിക്കുമെന്ന്. ദുനിയാവിൻ്റെ ആഡംബരവും ദുനിയാവിൻ്റെ അലങ്കാരവുമൊക്കെ ആയിരിക്കും എൻ്റെ ഉമ്മത്ത് നേരിടാൻ പോകുന്ന കടുത്ത പരീക്ഷണമെന്ന് കളവ് പറയാത്ത തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇവിടെ നന്ദിയുള്ള അടിമ എന്ന് പറയുമ്പോൾ അള്ളാഹു ഖുർആനിൽ അടിമകളെ രണ്ടായി തിരിച്ചുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ചില വചനങ്ങളിലൂടെ ഞാൻ ഇൻഷാ അല്ലാഹ് വേഗത്തിൽ കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. ഞാനിതാ സന്മാർഗത്തിൻ്റെ വഴി കാണിച്ചു തന്നിരിക്കുകയാണ്. സത്യമാർഗം സ്വീകരിക്കാനുള്ള സബീൽ അല്ലാഹു തആല നമ്മുടെ മുന്നിൽ തുറന്നു വച്ചിട്ടുണ്ട്. ഇമ്മ ഷാക്കിറൻ, ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവനായി ജീവിക്കാം, വ ഇമ്മ കഫൂറ, അല്ലെങ്കിൽ നന്ദി കെട്ടവനായി ജീവിക്കാം. ഇത് രണ്ട് മാർഗങ്ങളാണ്. ഒന്ന്, ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കിത്തന്ന ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിൻ്റെ മുന്നിൽ ഒരു വിനീതനായ വിനയാന്വിതനായ അടിമയായി സർവശക്തനായ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദും റുക്കുഉം ദിക്റുകളും പ്രാർത്ഥനകളുമെല്ലാം വർദ്ധിപ്പിച്ച് ഒരു നന്ദിയുള്ള അടിമയായി ജീവിക്കാം. എണ്ണമറ്റ അനുഗ്രഹങ്ങളെ ആസ്വദിച്ചിട്ടും അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും അതെല്ലാം മറന്ന് ധിക്കാരിയായി അഹങ്കാരിയായി ഗർവ് കാണിക്കുന്ന, പൊങ്ങച്ചം കാണിക്കുന്ന, വമ്പ് പറയുന്ന, ധാർഷ്ട്യം കാണിക്കുന്ന, താൻ നിൽക്കുന്ന നിലപാടിൽ ശരിയല്ലെന്നറിഞ്ഞാലും ഉറച്ചു നിൽക്കുന്ന ധിക്കാരികളുടെ കൂട്ടത്തിൽ, നന്ദി കെട്ടവരുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ റബ്ബിൻ്റെ ഒരടിമക്ക് പോവാം. രണ്ടിനുമുള്ള ഫ്രീഡം സർവശക്തനായ അല്ലാഹു തആല ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയാണ്, ഇൻ തക്ഫുറു, ഇനി നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, നിങ്ങളെ തൊട്ട് അല്ലാഹു നിരാശ്രയനാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നന്ദികേട് കാണിച്ചാലും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. നരകത്തിൽ സ്ഥലമില്ലാത്ത പ്രശ്നമോ സ്വർഗത്തിൽ ഇടമില്ലാത്ത പ്രശ്നമോ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആളിക്കത്തുന്ന മനുഷ്യനും കല്ലും കത്തുന്ന ആർത്തിരമ്പുന്ന നരകാഗ്നിയിലേക്ക് മനുഷ്യരെ കൂട്ടം കൂട്ടമായി തള്ളിയിടുമ്പോൾ നരകം റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹു നരകത്തോടും ചോദിക്കുന്നുണ്ട്, നിറയാറായോ? നരകം അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഇനിയുമുണ്ടോ, ഇനിയുമുണ്ടോ? ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും അറിയുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് നന്ദി കെട്ടവരായി ഒരു മനുഷ്യൻ ജീവിക്കാൻ തീരുമാനിച്ചാൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, അല്ലാഹു തആല അവരെയൊന്നും ആശ്രയിക്കേണ്ടവനല്ല, നിരാശ്രയനാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലാ യർല ലിഇബാദിഹിൽ കുഫർ, അല്ലാഹുവിൻ്റെ അടിമയിൽ അല്ലാഹു ഒരു കുഫറിനെ തൃപ്തിപ്പെടുന്നില്ല. ഒരടിമ നന്ദികേട് കാണിക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. വ ഇൻ തഷ്കുറു, ഇനി നിങ്ങൾ നന്ദി കാണിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ, യർലഹു ലക്കും, അവനെ അല്ലാഹു തൃപ്തിപ്പെടും. നന്ദി കാണിക്കാനാണ് ഒരു അടിമ തീരുമാനിക്കുന്നതെങ്കിൽ സർവശക്തനായ റബ്ബ് ആ അടിമയെ തൊട്ട് തൃപ്തിയുള്ളവനായി മാറുന്നു. ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു, വല തസിറു വസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളുടെ പാപഭാരം മറ്റൊരാൾ പേറുകയില്ല. അതുകൊണ്ട് നന്ദികേട് കാണിച്ചാൽ, വൃത്തികേട് ചെയ്താൽ, അള്ളാഹുവിനെ മറന്ന് ജീവിച്ചാൽ, അവൻ തന്ന ആവോളം അനുഗ്രഹങ്ങളെ ആസ്വദിച്ച് ജീവിച്ച് അവനെ മറന്നാൽ, നീ ചെയ്ത പാപങ്ങളുടെ ഭാരം നീ തന്നെ പേറേണ്ടവനാണ്, ഒരാളും അത് ഏറ്റെടുക്കുകയില്ല എന്ന് അല്ലാഹു തആല സംശയത്തിനിടമില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ നന്ദി കാണിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യരാണ്. എന്തുകൊണ്ട്?
എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഖുർആൻ പറയുന്നുണ്ട്. വലഖദ് കറംന ബനി ആദം, നാം ആദം സന്തതികളെ വല്ലാതെ ആദരിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാഹ് വേറെ സൃഷ്ടികളൊന്നും പറഞ്ഞിട്ടില്ല. മലക്കുകൾ വിശുദ്ധരായ റബ്ബിൻ്റെ സൃഷ്ടികളാണ്. പക്ഷെ അവർക്ക് അല്ലാഹു വെച്ച ആ അതിർവരമ്പുകൾ വരെ മാത്രമേ പോവാൻ പറ്റുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് കടക്കാൻ അല്ലാഹുവിൻ്റെ മലായികത്തുകൾക്ക് സാധ്യമല്ല. പക്ഷെ മനുഷ്യൻ, അവന് ഉയർന്നാൽ മാലാഖമാരേക്കാൾ മലായികത്തുകളേക്കാൾ ഉയരാൻ സാധിക്കും. അധപതിച്ചാൽ, മോശമായാൽ മൃഗങ്ങളെക്കാൾ അധപതിക്കും. ഖുർആനിലെ പ്രയോഗം നമ്മളെല്ലാവരും കേട്ടതാണ്. ലഹും ഖുലൂബുൻ, മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് കൽബുണ്ട്, പക്ഷെ ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്ത മനുഷ്യരുണ്ട്. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്, പക്ഷെ ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കാത്തവരാണവർ. കുറെ മനുഷ്യരങ്ങനെയാണ്. വലഹും അയ്യുനുൻ, കണ്ണുകളുണ്ട് അവർക്ക്, പക്ഷെ വല യുബ്സിറൂന ബിഹാ, കാണേണ്ടത് കാണാത്തവരാണവർ. നന്മ കാണാൻ ആ കണ്ണുകൾ, നന്മ കേൾക്കാൻ ആ കാതുകൾ, നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ അവരുടെ കൽബുകൾ സാധ്യമാവാതെ പോകുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഉലൈക കൽ അൻആം, അവർ നാക്കാലികളെ പോലെയാണ്. അവിടെ നിർത്തിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ആശ്വസിക്കാമായിരുന്നു. പക്ഷേ അല്ലാഹു അവിടെ നിർത്തിയില്ല. ഉലൈക കൽ അൻആം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പ്രയോഗിച്ചത് ബൽ ഹും അളൽ, നാക്കാലികളെക്കാൾ അധപതിച്ചവരാണവർ. ഒരു നാക്കാലി പക വീട്ടാൻ കാത്തു നിൽക്കുകയില്ല. ഒരു നാക്കാലി പകരം വീട്ടാൻ കാത്തിരിക്കാറില്ല. പക്ഷെ മനുഷ്യൻ കാത്തിരിക്കും. വർഷങ്ങളോളം പകയുടെ മനസ്സുമായി വാരിയല്ലുകൾക്കുള്ളിൽ കിടക്കുന്ന ഹൃദയത്തിൽ, പ്രിയപ്പെട്ടവരെ, പകയുടെ, വഞ്ചനയുടെ, പകരം വീട്ടലിൻ്റെ ഒരു പ്രത്യേക ക്രൂര മനസ്സുമായി പതിറ്റാണ്ടുകൾ കാത്തിരിക്കാൻ ഒരുപക്ഷെ മനുഷ്യൻ തയ്യാറാവും. അതുകൊണ്ട് മനുഷ്യൻ ഏറ്റവും നന്ദി കെട്ടവനാണ് എന്ന് അല്ലാഹു തആല, അവൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് എന്ന് അല്ലാഹു പ്രയോഗിക്കാൻ ഞാൻ ആയത്ത്, ആ സൂറത്ത് വിശദീകരിക്കണില്ല. അല്ലാഹു തുടങ്ങിയത് വൽ ആദിയാതി ലബ്ഹ ഫൽമുരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ എന്ന് തുടങ്ങിയിട്ട് അല്ലാഹ് ചില കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. കുതിരയെ വിശേഷിപ്പിച്ചു, കുതിരയെ വർണ്ണിച്ചു. അതിൻ്റെ കാലുകൾ, അതിൻ്റെ കുളമ്പുകൾ കല്ലിൽ തട്ടി ഉരസി തീപ്പൊരി പാറുന്ന അതിൻ്റെ വേഗതയെയും അതിൻ്റെ ജാഗ്രതയെയും അല്ലാഹു എടുത്തു പറഞ്ഞു. സുബഹിയുടെ നേരത്ത് പൊടിപടലങ്ങൾ മഞ്ഞു വീണ് കിടക്കുന്ന മരുഭൂമിയിലേക്ക് യജമാനൻ തൻ്റെ കടിഞ്ഞാൻ വലിച്ചാൽ ചാടി എഴുന്നേറ്റ് ആ മരുഭൂമിയിൽ അതിവേഗതയിൽ ഓടുമ്പോൾ പൊടിപടലങ്ങൾ ഇളക്കി വിട്ട് അവിടുത്തെ പ്രകൃതി പൊടിപടലങ്ങൾ കൊണ്ട് പിന്നെന്താവും നിറഞ്ഞു നിൽക്കും. അത് അല്ലാഹു എടുത്തു പറഞ്ഞു. ശത്രു സൈന്യത്തിൻ്റെ നടുവിലേക്ക് തൻ്റെ യജമാനൻ വലിച്ചാൽ ശത്രു സൈന്യത്തിൻ്റെ മധ്യത്തിലേക്ക് എടുത്തു ചാടുന്ന കുതിരയെ അല്ലാഹു വർണ്ണിച്ചു. ഇതൊക്കെ കുതിര ചെയ്യാനുള്ള കാരണം, ആ കുതിരയെ സൃഷ്ടിച്ചത് അവൻ്റെ യജമാനനല്ല, ആ കുതിരയെ സംവിധാനിച്ചത് അവൻ്റെ യജമാനനല്ല. പിന്നെയോ അല്പം പുല്ലും വെള്ളവും മുതിരയും നൽകിയതിൻ്റെ നന്ദിയാണ് ആ മൃഗം തൻ്റെ യജമാനനോട് കാണിക്കുന്നത്. ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ് ഈ കുതിരയെ വർണ്ണിച്ചിട്ട് പറഞ്ഞു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്, മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. ഒരു പുല്ലിനും ഒരു മുതിരക്കും വെള്ളത്തിനും നന്ദി കാണിക്കുന്ന കുതിരയെ എടുത്തു പറഞ്ഞിട്ട് ഇത്രയും വലിയ സംവിധാനങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നു എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ട് ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ലോകത്ത് എന്തൊക്കെയുണ്ടോ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് അല്ലാഹു. എല്ലാം നമുക്ക് വേണ്ടിയാണ്. നമുക്ക് തിന്നാൻ പാടില്ലാത്ത പട്ടി, നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത പന്നി, അതുപോലും മനുഷ്യർക്ക് വേണ്ടിയാണ്. ഈ ഭൂമിയിൽ അതൊക്കെ ആവശ്യമാണ് മനുഷ്യന്റെ നിലനിൽപ്പിനും ഈ പ്രകൃതിയുടെ നിലനിൽപ്പിനും. കാലുകൊണ്ട് ഇറുക്കി പിടിച്ച് കൊക്കുകൊണ്ട് കൊത്തിവലിക്കുന്ന കാക്കയും പരുന്തും കടികനും അതുപോലെയുള്ള പക്ഷികളെ നിങ്ങൾ തിന്നരുതെന്ന് പറഞ്ഞു. പക്ഷേ അത് ഈ ഭൂമിയുടെ നിലനിൽപ്പിനും ഇവിടുത്തെ സന്തുലിതമായ അവസ്ഥ നിലനിൽക്കുന്നതിനും ആവശ്യമാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഖലഖ ലക്കും, നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്,
മാഫിൽ അർളി ജമീഅ, ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ എല്ലാം. പാമ്പ് നമുക്ക് വേണ്ടിയാണ്, തേള് നമുക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ ജീവജാലങ്ങൾ നമുക്ക് വേണ്ടിയാണ്, കാനനത്തിൽ ഗർജിക്കുന്ന സിംഹം നമുക്ക് വേണ്ടിയാണ്, കരയിലെ വലിയ ജീവിയാകുന്ന ആന നമുക്ക് വേണ്ടിയാണ്, ആനകളെക്കാൾ 8 ഇരട്ടി വലിപ്പം വരുന്ന തിമിംഗലങ്ങൾ സമുദ്രത്തിന്റെ ആഴിയിൽ ഊളിയിട്ട് ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ഇനി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ കിഡ്നി, ഒരു മാങ്ങാണ്ടിയുടെ വലിപ്പമുള്ള 160-170 ലിറ്റർ രക്തം ഒരു ദിവസം ഫിൽട്ടർ ചെയ്യുന്ന കിഡ്നി നമ്മുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത് തന്നത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ്. നന്ദി കാണിച്ചിട്ടുണ്ടോ? 8 മണിക്കൂർ കൊണ്ട് കഴിച്ച ഭക്ഷണങ്ങളെ മുഴുവനും ആ പൊടിയാക്കി ദഹിപ്പിച്ച് വേണ്ടതെല്ലാം വേർതിരിക്കുന്ന ആമാശയ സംവിധാനം അള്ളാഹു ഘടിപ്പിച്ചതാണ്. നന്ദി കാണിച്ചിട്ടുണ്ടോ? ശരീരത്തിന്റെ ഓരോ വാൾവുകൾ തകരാറിലാകുമ്പോൾ ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ പ്രിയപ്പെട്ടവരെ മുതൽ മുടക്കായി കൊടുക്കുമ്പോൾ അല്ലാഹു തആല ഫ്രീ ആയി നൽകിയ വാൾവുകളെ കുറിച്ച് ചിന്തിച്ച് ആ സൃഷ്ടാവായ റബ്ബിനോട് നന്ദിയുള്ളവരായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ഉമനീര് ലോകത്തൊരാൾക്കുമില്ല, എനിക്ക് മാത്രമാണ്. എൻ്റെ കണ്ണ് ലോകത്താർക്കുമില്ല, എനിക്ക് മാത്രമാണ്. എൻ്റെ വിരലടയാളം ലോകത്താർക്കുമില്ല, എനിക്ക് മാത്രമാണ്. എൻ്റെ വിയർപ്പ് പോലും ലോകത്തൊരാൾക്കുമില്ല, എനിക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കുപ്പായം വാപ്പാന്റെ മുഖത്തിട്ടപ്പോ വാപ്പാന്റെ കണ്ണൊന്ന് വിടർന്നത്. ആ മണം തൻ്റെ മകന്റെ കുപ്പായത്തിന്റെ മണമാണ്, വിയർപ്പിന്റെ മണമാണെന്ന് തിരിച്ചറിയാൻ അള്ളാഹു മനുഷ്യന് നൽകിയ കഴിവിൻ്റെ ഒരടയാളമായിരുന്നു അത്, അല്ലേ? അപ്പൊ ലോകത്ത് എൻ്റെ വിയർപ്പും എൻ്റെ ഉമനീരും എൻ്റെ കണ്ണും എൻ്റെ വിരലടയാളവും എൻ്റെ മുടിയും കണ്ടാൽ എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ എൻ്റെ മുടി ലോകത്തൊരാൾക്കുമില്ല. അത് പരിശോധിക്കാൻ പറ്റുന്ന പ്രത്യേകമായ സംവിധാനത്തിലിട്ട് പരിശോധിച്ചാൽ അത് ഇന്ന വ്യക്തിയുടെ മുടിയാണെന്ന് തെളിയിക്കുവാനുള്ള സംവിധാനം ആധുനിക ലോകത്തുണ്ട്. റബ്ബ് പറയാ, ഈ മനുഷ്യനാണ് അള്ളാഹുവിനോട് ഏറ്റവും നന്ദികേട് കാണിക്കുന്നവൻ. പക്ഷികൾ അതിൻ്റെ ചിറക് വിടർത്തി ആകാശത്തിൻ്റെ മേൽപ്പരപ്പിൽ അതിങ്ങനെ ചിറക് നിവർത്തിപ്പിടിച്ച് റബ്ബിനെ സ്തുതിക്കുന്നത് കാണാം. മാളത്തിലിരിക്കുന്ന ജീവജാലങ്ങളും ഉറുമ്പുകളും അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. വെള്ളത്തിൻ്റെ ആടിയിലെ മത്സ്യങ്ങളും ജീവജാലങ്ങളും റബ്ബിനെ സ്തുതിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മനുഷ്യൻ മാത്രമാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരായി ലോകത്തുള്ളത്, മനുഷ്യനും ജിന്നുവർഗവും. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു ഖുർആനിൽ ആശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിച്ചു. പക്ഷേ എല്ലാ മനുഷ്യരും അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണോ, നന്ദി കാണിക്കുന്നവരാണോ എന്ന ചോദ്യത്തിന് മറുപടി അല്ല എന്നാണ്. എല്ലാ മനുഷ്യരും അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നവരാണോ എന്ന ചോദ്യത്തിന് മറുപടി അല്ല എന്നാണ്. അതുകൊണ്ട് 2 തരത്തിലുള്ള മനുഷ്യർ ലോകത്തുണ്ട്. മനുഷ്യരെ ഖുർആൻ പ്രയോഗിക്കുന്ന വാക്ക് വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും. നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് അവനാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ലാ തഅലമൂന ഷൈഅ, നിങ്ങളൊന്നും അറിയാത്തവരായിരുന്നു. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കിടന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? അതിനു മുമ്പ് നമ്മുടെ ലോകം ഇവിടെ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറക്കുള്ളിൽ കിടന്നിരുന്ന രംഗത്തെക്കുറിച്ച്, ഉമ്മ കഴിച്ച ഭക്ഷണത്തിന്റെ വിറ്റാമിനുകളിൽ നിന്ന് ഒരു പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ട് നമുക്ക് തന്ന പോഷകാഹാരങ്ങളെ കുറിച്ച്, ഗർഭപാത്രത്തിന്റെ ഉള്ളറയെക്കുറിച്ച്, അവിടുത്തെ ലൈഫിനെ കുറിച്ച് പറയാൻ അറിയുമോ നമുക്ക്? ലാ തഅലമൂന ഷൈഅ, നിങ്ങളൊന്നും അറിയാത്തവരായിരുന്നു. പക്ഷെ ഞാനാണ് നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. വജഅല ലക്കുമുസ് സമഅ വൽ ബസറ വൽ അബ്സാറ വൽ അഫ്ഇദ. നിങ്ങൾക്ക് എന്നിട്ട് കാഴ്ചയും അതുപോലെ തന്നെ കേൾവിയും ബുദ്ധിയും ആ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ് നൽകിയത്. എന്തിന്? ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറയാ ലഅല്ലക്കും, നിങ്ങളായിത്തീരാൻ വേണ്ടിയാണ്, നിങ്ങളായേക്കാം എന്ന നിലക്കാണ്. എങ്ങനെ? നിങ്ങൾക്ക് ബുദ്ധി നൽകിയത്, നിങ്ങൾക്ക് കേൾവി നൽകിയത്, നിങ്ങൾക്ക് കാഴ്ച നൽകിയത്, നിങ്ങളെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടത് ഞാനാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നന്ദിയുള്ള അടിമയാവുക. എന്തിനാണ് അല്ലാഹ് നമുക്ക് കേൾവി തന്നത്?
അല്ല പറയാ നന്ദി ഉണ്ടാവാനാണ്. എങ്ങനെ നന്ദി ഉണ്ടാവുക? റബ്ബിനെ കുറിച്ച് കേട്ടോ, അനുഗ്രഹങ്ങളെക്കുറിച്ച് കേൾക്ക്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് കേൾക്ക്, കണ്ണുപയോഗിച്ച് നോക്കിക്കാണ്, ലോകത്തിൻ്റെ നാനാഭാഗത്ത് സഞ്ചരിച്ച് റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ പഠിക്ക്. സീറു, നിങ്ങൾ യാത്ര ചെയ്യൂ എന്ന് ഖുർആൻ പറഞ്ഞത് ചില ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. അതല്ലാതെ ചില കോമഡിക്ക് വേണ്ടിയും വെറും ഒരു ആവേശത്തിന് വേണ്ടിയും ഏതൊക്കെയോ ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രമല്ല. അതിലൂടെയൊക്കെ ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിനെ കണ്ടെത്താൻ പറ്റുമെന്ന നിലക്ക് തന്നെയാണ് ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു, വലഖദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ലക്കും ഫീഹാ മആയിഷ ഖലീലമ്മാ തഷ്കുറൂൻ. എന്താണ് അല്ലാഹു പറഞ്ഞത്? നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അല്ലാഹു തആല ഒരുക്കി തന്നു. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്, നിങ്ങൾക്ക് വേണ്ട ഉപജീവന ജീവിത വിഭവങ്ങൾ അല്ലാഹു തആല ഒരുക്കി തന്നു. പക്ഷെ എന്നിട്ടും ഖലീലമ്മാ തഷ്കുറൂൻ, കുറച്ചേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ എത്ര ആയത്തുകളാണ് ഖുറാനിലുള്ളത്, എത്ര പ്രയോഗങ്ങളാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുറാനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മളെ ശരീരത്തെ മലപ്പുറം ഈ പള്ളിയിലിരുന്ന് ളുഹർ നമസ്കാരം കഴിഞ്ഞ് ഈ നന്ദിയുള്ള അടിമയാവുക എന്ന ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജേഷ്ഠാനികന്മാർ, സഹോദര സഹോദരിമാർ, നമ്മൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ വീടിനെ, നമ്മുടെ സൗകര്യങ്ങളെ, നമ്മുടെ വാഹനത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമുക്ക് കിട്ടിയ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളെ ഓരോന്നോരോന്നായി ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ഒരാത്മവിചിന്തനത്തിന് തയ്യാറായി അല്പമൊന്ന് മൗനമായി റബ്ബിനെ കുറിച്ച് ആലോചിച്ചാൽ എന്ത് നന്ദിയാണ് ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിന് നമ്മൾ തിരികെ നൽകിയിട്ടുണ്ടാവുക എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുസ്അലു അൻഹുൽ അബ്ദ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരടിമയോട് അല്ലാഹു തആല ആദ്യമായി ചോദിക്കുന്ന ചോദ്യം മിനൻ നഈം, അനുഗ്രഹങ്ങളെ തൊട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അല്ലാഹു തആല ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം അൻ യുഖാല ലഹു, അവനോട് ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ആ ചോദ്യം? ഹദീസുകളിൽ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ കാണാം. ഒന്നിൽ പറയുന്നു, അലം യുസിഹ ലക ജിസ്മക്, നിനക്ക് നല്ലൊരാരോഗ്യമുള്ള ശരീരം തന്നില്ലേ? എത്ര രോഗികളുണ്ട് പ്രിയപ്പെട്ടവരെ ഈ മലപ്പുറത്ത്. നമ്മുടെ ഈട്ടാവട്ടത്തിൽ എത്രമാത്രം രോഗികളുണ്ട്. കിഡ്നി പോയവർ, 3, 4, 5 വയസ്സുള്ള കുട്ടികളിൽ ക്യാൻസർ ബാധിച്ചവർ, ഒരു വീടിൻ്റെ നെടുന്തൂണായി നിൽക്കുന്നു എന്ന് തോന്നിയ ഘട്ടത്തിൽ ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിൻ്റെ പരീക്ഷണം ആ വീട്ടിലേക്ക് വന്ന് ആ വീടിനെ മുന്നോട്ട് നയിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്ന മനുഷ്യന് മാരകമായ രോഗം കൊടുത്ത് പരീക്ഷിക്കുന്നു അല്ലേ? ആ വീടിൻ്റെ എല്ലാം താങ്ങായി തണലായി നിൽക്കുന്നു എന്ന് നാം കരുതുന്ന ആളെ പെടുന്നനെ റബ്ബ് തിരിച്ചു വിളിക്കുന്നു. പേര് പോലും വിശ്വഗ്വരന്മാർക്കും ഡോക്ടർമാർക്കും നിർണയിക്കാൻ പറ്റാത്ത അപൂർവമായ രോഗങ്ങൾ മനുഷ്യരിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് പരലോകത്തെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? അലം യുസിഹ ലക ജിസ്മക്, ആരോഗ്യമുള്ള ഒരു ശരീരം നിനക്ക് നൽകിയില്ലേ? ആരോഗ്യമുള്ള ഒരു ശരീരം. ഇന്നുവരെ കാര്യമായ ഒരു പ്രശ്നത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോവാൻ ഒരു പരീക്ഷണമായി റബ്ബ് നൽകാതെ ഇത്രയും കാലം 50 കൊല്ലം 40 കൊല്ലം 60 കൊല്ലം ഒക്കെ ആയിട്ടും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തെ നൽകി അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചിട്ടില്ലേ? ഇല്ലേ? എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ വീട്ടിലെ ഒരാളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോഴേക്ക് അടുത്ത ആളെ നിരന്തരമായി മാസങ്ങളായി വർഷങ്ങളായി ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ പ്രിയപ്പെട്ടവരെ തൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ, അവിടെ നിന്ന് വിളി വന്നാൽ മരുന്നിന് വേണ്ടി ഓടണം, ഭക്ഷണത്തിന് വേണ്ടി ഓടണമെന്ന നിലക്ക് മാസങ്ങളായി ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ അന്തിയുറങ്ങുന്നവർ നമുക്കൊക്കെ പരിചയമുള്ളവരിലില്ലേ? ഉണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താണ്? നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം നൽകിയില്ലേ? വനുർവിയക മിനൽ മാഇൽ ബാരിദ്, സ്വച്ഛമായ ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ നൽകിയില്ലേ? ഇതൊക്കെ റബ്ബ് പരലോകത്ത് ചോദിക്കുന്ന ചോദ്യമാണ്. കുടിക്കാൻ നിങ്ങൾക്ക് വെള്ളം നൽകിയില്ലേ? നിർത്തിയില്ല, ഹദീസിൽ വിശദീകരിച്ചു പോവുകയാണ്. അലം അജഅൽക
സമീഅൻ ബസീറ, കേൾവിയും കാഴ്ചയും നിനക്ക് നാം നൽകിയില്ലേ. അലം അജ്അൽ ലക മാലം വവലദ, നിനക്ക് സ്വത്തും സന്താനവും ഞാൻ നൽകിയില്ലേ. എന്നിട്ട് ഹദീസ് അവസാനിക്കുമ്പോ ഫത്തഖുന്നാർ, അതുകൊണ്ട് ഏ മനുഷ്യ നീ നരകത്തെ സൂക്ഷിച്ചു കൊള്ളണം. വലൗ ബിശക്കി തംറ, ഒരു കാരക്കയുടെ ചീന്തുകൊണ്ടാണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, നരകത്തെ പേടിക്കണേ. ഫഇല്ലം തജിദു ബികലിമത്തിൻ ത്വയ്യിബ, ഒരു കാരക്കയുടെ ചീന്തെങ്കിലും ഉപയോഗിച്ച് നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണേ. അത് നിനക്ക് കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ ബികലിമത്തിൻ ത്വയ്യിബ, ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും നീ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണേ, അതിനുവേണ്ടി പരിശ്രമിക്കണേ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ. എന്നിട്ട് ഹദീസിന്റെ മറ്റു ചില റിപ്പോർട്ടുകളിൽ തുടരുകയാണ്. അലം ഉക്രിംക, നിന്നെ നാം ആദരിച്ചില്ലേ, നിന്നെ നാം ആദരിച്ചില്ലേ. എത്ര മനുഷ്യന്മാരാ നമ്മളെ കൂട്ടത്തിൽ നല്ല സ്ഥാനത്തിരിക്കുന്നവർ, എത്രയോ ആളുകൾ ബഹുമാനിക്കുന്നു, നമ്മെ കണ്ടാൽ ഒന്ന് ആദരവോടുകൂടി സംസാരിക്കുന്നു. എന്തേ? എല്ലാവരും മനുഷ്യരല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് ചില സ്ഥാനമാനങ്ങൾ നൽകിയിട്ടില്ലേ? നിങ്ങളെ നാം മനുഷ്യരെ നിങ്ങളെ നാം പ്രത്യേകം ആദരിച്ചിട്ടില്ലേ? അലം ഉസവ്വിജ്ക, നിനക്ക് ഞാൻ നല്ലൊരു വിവാഹ സാഹചര്യം ഉണ്ടാക്കി തന്നില്ലേ. എത്രയോ കല്യാണം കഴിക്കാത്തവർ ലോകത്തില്ലേ. കല്യാണം കഴിഞ്ഞിട്ടും നല്ലൊരു നേരായ കുടുംബജീവിതം നയിക്കാൻ പറ്റാത്തവർ ലോകത്തുണ്ടായിട്ടില്ലേ. നിനക്ക് നാം നല്ലൊരു കുടുംബജീവിതം, ഒരു വിവാഹ സംവിധാനം നിനക്ക് നാം ഉണ്ടാക്കി തന്നില്ലേ. അലം 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 ഉസഖിർ ലക്, നിനക്ക് നാം കീഴ്പ്പെടുത്തി തന്നില്ലേ. അൽ ഖൈല വൽ ഇബില, വാഹനമായി ഒട്ടകത്തെയും കുതിരയെയും ഞാൻ നിനക്ക് സമ്മാനിച്ചില്ലേ. നിനക്ക് ബൈക്ക് വാങ്ങാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കി തന്നില്ലേ. നിനക്ക് കാർ ഓടിക്കുവാനും കാറ് വാങ്ങാനുമുള്ള സംവിധാനം ഉണ്ടാക്കി തന്നില്ലേ. എത്ര പെട്ടെന്നാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് എത്തുവാനുള്ള മാർഗങ്ങൾ, ആകാശമാർഗേ അതല്ലെങ്കിൽ ജലം വഴി അല്ലെങ്കിൽ കടൽ വഴിയൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നില്ലേ. അറബികളോട്, സ്വഹാബത്തിനോട് പ്രവാചകൻ ചോദിക്കുകയാണ്, അല്ല നാളെ പരലോകത്ത് ചോദിക്കും നിങ്ങളോട്, നിങ്ങൾക്ക് ഒട്ടകത്തെ വാഹനമാക്കി തന്നില്ലേ, നിങ്ങൾക്ക് കുതിരയെ വാഹനമാക്കി തന്നില്ലേ. നമ്മളോട് ചോദിക്കുമല്ല, നിനക്ക് നല്ല കാറ് തന്നില്ലേ, നിനക്ക് നല്ല വാഹനം തന്നില്ലേ, നിനക്ക് പെട്ടെന്ന് പോകുവാനുള്ള ബൈക്കും സംവിധാനങ്ങളും തന്നില്ലേ, താമസയോഗ്യമായ വീട് തന്നില്ലേ, ആരോഗ്യം നൽകിയില്ലേ, നിന്നെ നാം ആദരിച്ചില്ലേ. നിർത്തിയില്ല, ഇതൊക്കെ ഹദീസിൽ വന്നതാ. നിന്നെ നാം നേതാക്കന്മാരുടെ കൂട്ടത്തിൽ പെടുത്തിയില്ലേ. എന്നിട്ട് തുടർന്ന് ചോദിക്കുകയാണ്, ആ പ്രയോഗം അങ്ങനെയാണ്, നിനക്ക് നേതാവാകാനും നയിക്കാനും നേതൃത്വം നൽകാനും സംവിധാനം ഞാൻ ഉണ്ടാക്കി തന്നില്ലേ. ഒരു നാട്ടിൽ കുറേ മനുഷ്യന്മാരുണ്ടായിട്ട് എല്ലാവരും അല്ല നേതാക്കന്മാരാക്കിയില്ല, പള്ളിയുടെ ഒരു ഭാരവാഹിയാക്കിയില്ലേ നിന്നെ. നൂറുകണക്കിന് മെമ്പർമാരുണ്ടായിട്ട് നിന്നെ ആ നാട്ടിലെ മനുഷ്യരൊരു സെക്രട്ടറി ആയി തെരഞ്ഞെടുത്തില്ലേ. അല്ലേ? ഒരാദരവല്ലേ നിനക്ക് കിട്ടിയത്? മനുഷ്യക്കൂട്ടത്തിൽ നിന്ന് നിന്നെ ഒന്ന് ആദരിച്ചില്ലേ? വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവരില്ലേ, വലിയ വലിയ ഇമാമുകളായി അറിയപ്പെട്ടവരില്ലേ. ഇമാം സുദൈസ്, മക്കയിലെ ഇമാം, ഹറമിലെ ഇമാം, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ദർസുന്നൊക്കെ പുറത്താക്കുമ്പോൾ വാപ്പ അദ്ദേഹത്തിന് വേണ്ടി ഇനി സംസാരിക്കാനില്ലെന്ന് പറയുമ്പോൾ ഉമ്മ ചേർത്തു പിടിച്ച് ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിനോട് സുദൈസിൻ്റെ ഉമ്മ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കരങ്ങളുയർത്തി ഹറമിൻ്റെ മുറ്റത്ത് വന്നെന്ന് പറഞ്ഞു. അത്രേ സുദൈസ് പറഞ്ഞതാ ലോകത്തോട്. എന്നെ ക്ലാസ്സിൽ നിന്നൊക്കെ പുറത്താക്കിയിട്ട് കുറച്ച് കുരുത്തക്കേടൊക്കെ കൂടിയിട്ട് എന്നെ പുറത്താക്കിയപ്പോൾ വാപ്പ ഇനി എനിക്ക് വേണ്ടി സംസാരിക്കാല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഹറമിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട്, അല്ലാ, ഈ ഹറമിലെ ഒരുപാട് ഇമാമുകളില്ലേ, ഈ ഇമാമുകളുടെ നേതാവാക്കി എൻ്റെ മോനെ മാറ്റണം. നല്ല ഖിറാഅത്തുള്ള മോനാ എൻ്റെ മോന്, നല്ല ഹിഫ്ളാക്കാൻ കഴിവുള്ള മോനാണ് എൻ്റെ മോന്. അല്ലാഹുവേ, എൻ്റെ മോനെ നീ ഈ ഹറമിലെ ഇമാമുകളുടെ ഇമാമാക്കി മാറ്റണേ. എങ്ങനെ സുദൈസ് എപ്പോഴത് പറഞ്ഞത്? അവിടുത്തെ ചീഫ് ഇമാമായി തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം പ്രസംഗത്തിൽ ലോകത്തെ അറിയിച്ചതാണ്, എൻ്റെ ഉമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരമാണിത്. നാളെ ചോദിക്കുമല്ല, എന്ത് നിന്നെ ആളുകളുടെ കൂട്ടത്തിൽ നേതാക്കന്മാരായി ഒരു നായകനാക്കി
ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവനാക്കി, ഒരു മഹലിന് നേതൃത്വം കൊടുക്കുന്നവനാക്കി നിന്നെ മാറ്റിയില്ലേ, എന്ത് കാണിച്ചു നീ നന്ദി എന്ന് നാളെ പരലോകത്ത് ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ് ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംശയത്തിനിടമില്ലാത്ത വിധം നമ്മെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണി കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്ര ഭക്ഷണമാണ് ഇന്നലെ അത്താഴത്തിന് ബാക്കി വെച്ചത്? ഇന്നലത്തെ നോമ്പുതുറയുടെ ഭക്ഷണം എത്രയാണ് നക്കാലികളുടെ ബക്കറ്റിലേക്കും കാടിയിലേക്കും മാറ്റിക്കൊടുത്തത്? അല്ലേ? ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നിട്ട് അവിടെ ഒരുക്കിയ വിഭവങ്ങളെല്ലാം ഓരോ പ്ലേറ്റിൽ നിന്ന് ഓരോന്നെടുത്ത് തിന്നാൽ വയറ് നിറഞ്ഞ് അമിതമായി പോകുന്ന അവസ്ഥയിൽ എത്ര നോമ്പുതുറകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഓർക്കുന്നുണ്ടോ? നമ്മളൊക്കെ ഈ പള്ളിയിൽ ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഭാര്യമാരും മക്കളും ഈ പള്ളിയിലേക്ക് വന്നിട്ടുണ്ടാവില്ല. കാരണം എന്താ? അവർക്ക് വിഭവങ്ങൾ ഒരുക്കണം. അതൊരു കാരണമാവാം, അല്ലാത്ത കാരണങ്ങൾ ഉണ്ടാവാം. ബദ്രീങ്ങൾ എന്ന് പറയുന്ന 313, 314, 317 എന്ന് എണ്ണം പറഞ്ഞ് അങ്ങനെയാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. 313 ആണെന്നും 314 ആണെന്നും 317 ആണെന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ 300 ചില്ലാൻ ആളുകൾ ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിൻ്റെ മുമ്പിലേക്ക് എല്ലാം സമർപ്പിച്ച് മനസ്സും മനസ്സാവാച കർമ്മണ അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴൊതുങ്ങി ഒട്ടിയ വയറുമായി പൊട്ടിയ വാളുമായി റമദാനിൻ്റെ 17ാമത്തെ നോമ്പിന് വെള്ളിയാഴ്ച 1000-ഓളം വരുന്ന സർവ്വപടക്കൊപ്പുകളുമായി ഒരുങ്ങി നിൽക്കുന്ന അതേ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ വന്ന ടീമിനോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട്, മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് പോലെയുള്ള ആളുകളോട് ചോദിച്ചു, നമ്മൾ എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് കൂടിയാലോചന നടത്തുകയാണ്. അപ്പോൾ പറഞ്ഞു, പ്രവാചകരെ, കയറാൻ പറ്റാത്ത ഒരു മല കാണിച്ചിട്ട് കയറണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറും നബിയെ. നീന്തിക്കടക്കാൻ പറ്റാത്ത ഒരു സമുദ്രം കാണിച്ചിട്ട് നീന്തണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നീന്തും പ്രവാചകരെ. നിങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ, നിങ്ങൾക്കെന്ത് തീരുമാനവും എടുക്കാം. എന്നിട്ട് അള്ളാൻ്റെ റസൂല് ബദറിൽ വെച്ച് പ്രാർത്ഥിച്ചതെന്ന് എന്താണെന്നറിയോ? പടച്ചോനെ, നിന്റെ ഈ ദാസന്മാർ അള്ളാഹുവെ ചെരുപ്പില്ലാതെ വന്നവരാണ്, അവർക്ക് നീ അനുഗ്രഹം കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ഇവിടെ വന്ന നിന്റെ ഈ ദാസന്മാർ പട്ടിണി കൊണ്ട്, വിശപ്പ് കൊണ്ട്, കൊണ്ട്, വിശപ്പ് കൊണ്ട്, ദാഹം കൊണ്ട് വലയുന്നവരാണ്, അവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ബദറിൽ വെച്ച് പ്രാർത്ഥിക്കുക. അപ്പം തന്നെ എൻ്റെ അവസ്ഥ മനസ്സിലാവില്ലേ? പടച്ചവനെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നിൽക്കുന്ന ഈ പാവപ്പെട്ടവർക്ക് അള്ളാഹുവെ നീ അവരെ ധരിപ്പിക്കണേ. ഇതാ ബദറിൽ പ്രാർത്ഥിക്കണത് അള്ളാൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്തിനാ ഇവിടെ വെച്ച് പറഞ്ഞതെന്നറിയോ? എന്നിട്ട് അതിനെ നന്ദി എന്നോണം ഓർക്കുകയാണ്, സ്മരിക്കുകയാണെന്നോണം 313 പത്തിരി ഉണ്ടാക്കാൻ ഏൽപ്പിച്ച റമദാനാണ് ഇനി ഞാൻ അന്ന് കഴിഞ്ഞു പോയത്. അല്ലേ? പട്ടിണി കൊണ്ട് പൊറുതി മുട്ടിയിട്ട് വയറിൽ ഒട്ടിയ വയറുമായി വന്ന സ്വഹാബത്തിനെ കണ്ട് കരഞ്ഞ് കരഞ്ഞ് അള്ളാഹിനോട് പറഞ്ഞു, അല്ലാ, ബദറിലേക്ക് വന്ന എൻ്റെ കൂടെയുള്ള എൻ്റെ അനുചരന്മാരും ഞാനും വിശപ്പ് കൊണ്ട് പൊറുതി മുട്ടുന്നവരാണ്, അവരെ ഭക്ഷിപ്പിക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതിനെ ഓർക്കുകയാണ്. 313 പത്തിരി, 313 സമൂസ, 313 കട്ട്ലറ്റ് ഓരോ വീട്ടുകാർക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. അല്ലേ? എന്നിട്ട് ആണും പെണ്ണുമൊക്കെ റോഡിൽ ലൈനിൽ നിന്ന് വാങ്ങുന്നു. ദീനിൽ യാതൊരു ബന്ധവുമില്ലാത്തത് ചെയ്ത് ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് എന്ന് പറയുന്നത് തെറ്റിപ്പോയ റൂട്ടാണ് എന്ന് പറയാൻ, പിടച്ച മടിയാണെന്ന് പറയാൻ, അതെ, അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിക്കാത്ത വടിയാണെന്ന് പറയാൻ ഞാനും നിങ്ങളും ആർജവം കാണിക്കണം, തിരുത്തണം. അത് റബ്ബിനോടും ദീനിനോടും നടത്തുന്ന ധിക്കാരമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശന്ന് പൊരിഞ്ഞ് നിലാവെളിച്ചമുള്ള രാത്രി പുറത്തിറങ്ങി മരുഭൂമിയിൽ ഇങ്ങനെ നടക്കുക. വിശന്നിട്ട് ഉറക്കം വരാത്തതുകൊണ്ട് ഇരിക്കാനും കഴിയുന്നില്ല, നിൽക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഒന്ന് നടന്നു നോക്കിയതാ. അങ്ങനെ നടന്നപ്പോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂരെ നിന്ന് ഒരാൾ നടന്നു വരുന്നത് കണ്ടു. അതാരാന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വേറൊരാളെ കണ്ടു. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും ചേർന്ന് നബിയുടെ മുന്നിലെത്തി. എന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയേ, നിങ്ങൾ എന്തിനാണ് ഈ നടക്കുന്നത്? അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തു, മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി പറഞ്ഞവരോട് മറുപടി, നിങ്ങൾ എന്തൊന്നിനാണോ നടക്കുന്നത് അതാണ് എൻ്റെയും പ്രശ്നം. വിശന്നിട്ട് ഉറക്കം വരുന്നില്ല, കിടക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, അപ്പോൾ നടക്കാൻ തീരുമാനിച്ചതാണ്. അൻസ്വാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വന്ന് വിവരമറിഞ്ഞ് ഇവരെ കൊണ്ടുപോയി. അല്പം ഭക്ഷണം പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് ആ മാംസം വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒറ്റ വീഴുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, നബിയേ, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ കരയുന്നത്? എന്തിനാ നിങ്ങൾ ഇപ്പൊ ഈ ആയത്ത് ഓതിയത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, ഉമറെ, ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ഭക്ഷണത്തെക്കുറിച്ച് നാളെ റബ്ബിൻ്റെ കോടതിയിൽ മറുപടി പറയണം ഉമറെ, മറുപടി പറയണം അബൂബക്കറെ. അപ്പൊ നമ്മളൊക്കെ എത്ര പറയാനുണ്ടാവും മറുപടി? വിശന്ന് പൊരിഞ്ഞിട്ട് നമുക്കൊരവസ്ഥ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? രാവിലെ ഭക്ഷണം കിട്ടിയില്ല, ഉച്ചയ്ക്ക് കിട്ടിയില്ല, 4 മണിക്കൊന്നും കിട്ടിയില്ല, വൈകുന്നേരം കിട്ടിയില്ല, രാത്രിയായി, പിറ്റേന്നായി, ഒന്നും കിട്ടുന്നില്ല. എന്നിട്ട് കിടക്കാൻ വയ്യ, ഭാര്യയും മക്കളും നമ്മളെല്ലാവരും മുറ്റത്ത് കറങ്ങി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഒരു എവിടെയും ഇവിടെയും തടയുന്ന വറ്റുള്ള ഒരു കഞ്ഞി കിട്ടിയാൽ മതി, അതും കിട്ടിയിട്ടില്ല. എന്നിട്ട് പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുക നിലാവെളിച്ചത്തിൽ. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പം കൂട്ടിക്കൊണ്ടായിട്ട് കുറച്ച് ഭക്ഷണം കൊടുത്തപ്പോഴാ ഈ ആയത്തോതിയിട്ട് പറയണം, അബൂബക്കറെ, ഉമറേ, പടച്ചോന്റെ കോടതിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരും. അപ്പൊ നോമ്പിന്റെ വിഭവങ്ങൾ കൊണ്ട് ആഘോഷമാക്കുന്നവർ ശരിക്ക് ചിന്തിക്കണം. അത്താഴത്തിന്റെ ഭക്ഷണം ബാക്കി വെച്ച് അത് വേസ്റ്റിൽ തള്ളുന്നവർ ഗൗരവത്തോടു കൂടി ആലോചിക്കണം. നാളെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ കോടതിയിൽ ആദ്യമായി അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് കുടിവെള്ളത്തെക്കുറിച്ചാണ് എന്നും ആരോഗ്യമുള്ള ശരീരത്തെക്കുറിച്ചാണെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുടിവെള്ളം കിട്ടിയതിന് നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെങ്കിൽ ഈ സുഭിക്ഷതയ്ക്ക്, ഈ വിഭവങ്ങൾക്ക് എത്ര കണ്ട് മറുപടി പറയേണ്ടി വരുമെന്ന ബോധം നമുക്കൊക്കെ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. പോരാ, എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമയായി മാറുക? കുറേ കാര്യങ്ങൾ പറയാം, ഞാനൊരായത്ത് മാത്രം പറയുന്നു. അത്തായിബൂൻ, പശ്ചാത്തപിച്ചു മടങ്ങുക. നല്ല അടിമകളുടെ സ്വഭാവമായി അള്ളാഹ് പറഞ്ഞത് അത്തായിബൂൻ, പിന്നെ വൽ ആബിദൂൻ, പിന്നെ വൽ ഹാമിദൂൻ. അത്തായിബൂന വൽ ആബിദൂന അൽ ഹാമിദൂന അസ്സായിഹൂന അർറാക്കിഊന അസ്സാജിദൂന അൽആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ വൽഹാഫിളൂന ലിഹുദൂദില്ലാഹ്. ഇതൊക്കെയാണ് അല്ലാഹു തആല നന്ദിയുള്ള അടിമയുടെ യഥാർത്ഥ മുസ്ലിമിന്റെ ദാസന്റെ സ്വഭാവമായി പറയുന്നത്. എന്താ? അത്തായിബൂൻ, പശ്ചാത്തപിച്ചു മടങ്ങുക. എവിടുന്ന് തഫ്സീർ പറയാണ്, താബൂ ഇലല്ലാഹി മിനദ്ദുനൂബി കുല്ലിഹ, നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകളിൽ നിന്നും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങുക. സുമ്മ ലം യഊദു ഫീഹാ, പിന്നെ അതിലേക്ക് മടങ്ങുകയില്ല എന്ന് തീരുമാനമെടുക്കുക. ഇതാണ് തായിബൂൻ എന്ന് പറഞ്ഞാൽ. അത്തായിബൂൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ തെറ്റുകളും എന്നെ അറിയുന്ന, എൻ്റെ കൽബറിയുന്ന, ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലേക്ക് എടുത്തു പറഞ്ഞ് പശ്ചാത്തപിച്ചു മടങ്ങുക. ശപഥം ചെയ്യുക, ഇനി ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന്. വൽ ആബിദൂൻ, രണ്ടാമത് പറഞ്ഞു, ഇബാദാത്തുകളിൽ ഞാനും നിങ്ങളും ജാഗ്രത പാലിക്കുക. ഐച്ഛികമായ ഇബാദത്ത്, ഫർലായ ഇബാദത്ത്. ഫർലായത് നമുക്ക് കുറച്ച് ചെയ്യാനുള്ളൂ. ളുഹുർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബഹി, അങ്ങനെ നിസ്കാരത്തിൽ അതാണ് ഫർള് അല്ലേ? മയ്യത്ത് നിസ്കാരം പോലും ആ അർത്ഥത്തിലുള്ള ഫർളല്ല, അത് ഫർള് കിഫായാണ്. ഒരു നാട്ടിലൊരു സമൂഹം ചെയ്താൽ നമ്മളെല്ലാവരും കുറ്റത്തുനിന്ന് ഒഴിവാകും. അത് ഫർള് ഐനല്ല. എന്നാൽ 5 നേരത്തെ നിസ്കാരം ഫർള് ഐനാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യണം. നാട്ടിൽ കുറേ ആളുകൾ നിസ്കരിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെടൂല. മയ്യത്ത് നിസ്കാരം നാട്ടിൽ കുറേ ആളുകൾ നിസ്കരിച്ചാൽ നമ്മളാരും കുറ്റക്കാരല്ല, നിസ്കരിച്ചവർക്ക് കൂലി കിട്ടുള്ളൂ എന്ന് മാത്രം. അത് ഫർള് കിഫായയാണ്. പക്ഷേ ഫർള് കുറവാണ്. എന്നാൽ സുന്നത്തുകൾ ധാരാളമുണ്ട്. റവാത്തിബ് സുന്നത്തുകൾ ഞാനിപ്പോൾ എണ്ണി പറയുന്നില്ല. 12 റക്അത്ത് നിസ്കരിക്കാനുണ്ട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മിനിമം 15 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അതേതാ? ഈ 12 റവാത്തിബും
പിന്നെ രാത്രി നിസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 റക്അത്ത് വർദ്ധിപ്പിക്കാറില്ല എന്ന നിലക്ക് പറഞ്ഞതും, പിന്നെ ഒരൊറ്റ ദിവസം പോലും രാത്രി നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല എന്നും പറയുന്നു. അപ്പം അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കുക. മിനിമം ഒരു 3 റക്അത്തെങ്കിലും ഞാനും നിങ്ങളും നിസ്കരിക്കണം, അത് നിർബന്ധമാണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജീവിതത്തിൽ ഒഴിവാക്കാത്ത 2 സുന്നത്ത് നിസ്കാരങ്ങളാണുള്ളത്. യാത്രയിൽ ളുഹറിൻ്റെ സുന്നത്ത് വേണ്ട, മഗ്രിബിൻ്റെ സുന്നത്ത് വേണ്ട, ഇശായിൻ്റെ സുന്നത്ത് വേണ്ട. യാത്രയിൽ ആ സുന്നത്തുകളൊന്നും പ്രവാചകൻ ചെയ്തിട്ടില്ല. പക്ഷെ യാത്രയിൽ പ്രവാചകൻ ചെയ്ത സുന്നത്ത് നമസ്കാരം ഒന്ന് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തും രാത്രി നമസ്കാരവുമാണ്. അപ്പോൾ മിനിമം ഒരു 15 റക്അത്ത് നിസ്കരിക്കണം. കൂടിയാൽ എല്ലാ സുന്നത്തുകൾ കൂടി എണ്ണുമ്പോൾ 10-40 റക്അത്ത് നമസ്കരിക്കാനുണ്ട്. അപ്പോൾ ഒരു നീണ്ട നമസ്കാരം ഒരു വ്യക്തിക്ക് ഒരു ദിവസം ചെയ്യാനുണ്ട്. അപ്പം ഇബാദത്ത് നിസ്കാരം മാത്രമല്ല, ബാക്കി എല്ലാ ഇബാദത്തിലും ഞാൻ എൻ്റേതായ ഭാഗതയെ നിർവഹിക്കുന്നവനാണോ എന്ന പരിശോധന നമ്മളൊക്കെ നടത്തുക. അൽ ഹാമിദൂൻ, അള്ളാഹുവിനെ സ്തുതിക്കുന്നവരായി മാറുക. നന്ദിയുള്ളൊരടിമ അള്ളാഹിനെ സ്തുതിക്കും. ഒരു നല്ല കാര്യം കിട്ടിയാൽ അൽഹംദുലില്ലാ, ഒരാപത്ത് വന്നാൽ അൽഹംദുലില്ലാ, പടച്ചോൻ എനിക്ക് വിധിച്ചതാ. സ്വഹാബിയുടെ മടിയിൽ കിടന്ന് കുട്ടി മരിച്ചപ്പോ മലക്കുൽ മൗത്ത് ആകാശത്തിന്റെ മേലാപ്പിലേക്ക് കയറി ചെന്നപ്പോ അള്ള ചോദിച്ചു, ആ കുട്ടിയുടെ വാപ്പ എന്തു പറഞ്ഞു? ആ കുട്ടിയുടെ വാപ്പ എന്തു പറഞ്ഞു? മലക്കുൽ മൗത്ത് അള്ളഹാനോട് പറഞ്ഞു. അള്ളാഹ് കേട്ടിട്ടുണ്ട്, അള്ളാഹ് അറിഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹിന്റെ നടപടിക്രമമാണ് ചോദിക്കുക എന്നുള്ളത്. അള്ള ചോദിച്ചു, എന്താ പറഞ്ഞത് അടിമ? അപ്പൊ മലക്കുൽ മൗത്ത് പറഞ്ഞു 2 കാര്യമാണ്. ഒന്ന്, നിന്നെ സ്തുതിച്ചു അൽഹംദുലില്ലാ. 2, വൽ ഇസ്തിർജാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന അടിമ ചൊല്ലി. അല്ലാഹു തആല പറഞ്ഞു, സ്വർഗത്തിൽ ആ കുട്ടിയുടെ വാപ്പക്ക് വേണ്ടി ഒരു വീട് കെട്ടണം. ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടണം. ബൈത്തുൽ ഹംദ്. അപ്പോൾ ഒരാപത്ത് വന്നാലും അല്ലാഹനെ സ്തുതിക്കുക. ഇവിടെ നിന്നല്ലോ, ഇതുകൊണ്ട് അവസാനിച്ചല്ലോ. അൽഹംദുലില്ലാ, എൻ്റെ ആകെയുള്ളൊരു കുഞ്ഞിനെ റബ്ബ് തിരിച്ചു വിളിക്കുമ്പോ കാരുണ്യത്തിൻ്റെയും റഹ്മത്തിൻ്റെയും ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന അടയാളമാണ് കണ്ണുനീർ വിതുമ്പിപ്പോവുക എന്ന്, ചുണ്ടുകൾ വിതുമ്പുക എന്നത്. പക്ഷേ നെഞ്ചത്തടിച്ച് കരയുന്നില്ല, അട്ടഹസിക്കുന്നില്ല, ക്ഷമ അവലംബിക്കുകയാണ്, അക്ഷമനാവുന്നില്ല. എന്നിട്ട് ഞാൻ എൻ്റെ റബ്ബിനോട് പറയുന്നു, എൻ്റെ കുട്ടി മരിച്ചു എന്ന് ഉറപ്പാകുമ്പോൾ അൽഹംദുലില്ലാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽ ഹാമിദൂൻ ഫിൽ ഖൈരി വശർരി, ഖൈറായ ഘട്ടത്തിലും ഷർറായ ഘട്ടത്തിലും അല്ലാഹനെ സ്തുതിക്കുക. ഫിസ്സറാഇ വല്ലറാ, ആപത്ത് ഘട്ടത്തിലും സന്തോഷഘട്ടത്തിലും അല്ലാഹനെ സ്തുതിക്കുക. അതൊക്കെയാണ് എൻ്റെ വ്യാഖ്യാനം. അസ്സായിഹൂൻ, നോമ്പനുഷ്ഠിക്കുക. 2 വ്യാഖ്യാനം കാണാം. ഒന്ന്, നോമ്പനുഷ്ഠിക്കുക. അതാണ് ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കസീർ, ഇമാം മുജാഹിദ്, അങ്ങനെ ഇമാം ഇബ്നു അബ്ബാസ് റഹ്മത്ത് റളിയല്ലാഹു അൻഹും, ഇവരൊക്കെ റഈസുൽ മുഫസ്സിർ അല്ലേ, ഒരുപാട് വ്യാഖ്യാനങ്ങളിൽ അത് നോമ്പാണ് എന്നതാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ അർത്ഥം വെച്ചിട്ട്. 2ാമത്തെ വ്യാഖ്യാനം തഫ്സീർ കൊടുത്തത് ഉംറ യാത്രയാണ്, ഹജ്ജ് യാത്രയാണ്, ദീന് പഠിക്കാനുള്ള യാത്രയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യാത്രയാണ്. ആ യാത്ര അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ ഒരു സ്ഥലത്ത് ക്ലാസ് ഉണ്ട്, ഒന്ന് പോയി നോക്കാം. ആ യാത്രക്കിടയിൽ മരണപ്പെട്ടാൽ ഒരു ഷഹീദിന്റെ പദവിയിലേക്ക് അയാൾ പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. കാലവിപത്തുകളാൽ മരണപ്പെട്ടാൽ ഷഹീദിന്റെ പദവിയിലേക്ക് പോകും. പക്ഷേ നമ്മുടെ നീയത്ത് കറക്റ്റ് ആകണം. എൻ്റെ യാത്ര ദീന് പഠിക്കാനുള്ള യാത്രയാണ്. ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാനാ, തിരുസുന്നത്ത് പഠിക്കാനാ. നന്ദിയുള്ള അടിമ എന്ന ഈ കൊച്ചു വിഷയം, അല്ല വിശാലമായ വിഷയം, കൊച്ചു വിഷയമാക്കി ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതൊന്ന് കേട്ട് എനിക്കറിയുന്നതാണെങ്കിലും എൻ്റെ മനസ്സിനെ ഒന്നുകൂടി തട്ടി ഉണർത്താൻ ഉപകാരപ്പെടുമെന്ന നിലക്കാണ്. അപ്പൊ അള്ളാഹു അത് സ്വീകരിക്കും, റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അസ്സായിഹൂൻ. അടുത്തത് അറാക്കിഊൻ, റുക്കൂ ചെയ്യുന്നവരായിരിക്കും അവർ. അസ്സാജിദൂൻ, സുജൂദ് ചെയ്യുന്നവരായിരിക്കും. അലാമിറൂന ബിൽ മഅറൂഫ്, പല ആളുകൾക്കും അതില്ല. നിസ്കരിക്കും, റുക്കൂ ചെയ്യും, സുജൂദ് ചെയ്യും, അള്ളാഹിനെ സ്തുതിക്കും, പക്ഷേ ആരെ കാര്യത്തിൽ ഇടപെടൂല. അവിടെ കുറേ കുടുംബത്തിൽ പ്രശ്നം നടക്കുന്നുണ്ട്. ഷിർക്ക് ചെയ്യണോലുണ്ട്, മിണ്ടൂല. ഇയാൾ തൗഹീദിൻ്റെ ആളാ, ഇയാൾ ഷിർക്ക് ചെയ്യൂല, ഷിർക്കിനോട് കടുത്ത വിരോധമാണ്. പക്ഷെ കുടുംബത്തിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ഇപ്പോൾ അവിടെ പോയി പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിനൊരു വെറുപ്പുണ്ടാവേണ്ട, മിണ്ടൂല.
പറ്റൂല. അല്ല പറഞ്ഞു, നല്ല അടിമയുടെ സ്വഭാവം അൽആമിറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം. വന്നാഹൂന അനിൽ മുൻകർ, വന്നാഹൂന അനിൽ മുൻകർ, തിന്മയെ വിരോധിക്കണം. തിന്മയെ വിരോധിക്കുക, നന്മ കൽപ്പിക്കുക. ഇത് റബ്ബിന് ഇഷ്ടപ്പെട്ട അടിമകളുടെ സ്വഭാവമാണ്. പോരാ, വൽഹാഫിളൂന ലിഹുദൂദില്ലാ, അല്ലാഹു വെച്ച അതിർവരമ്പുകളെ സൂക്ഷിക്കുന്നവരാണവർ. അവിടേക്ക് കടക്കരുതെന്ന് റബ്ബ് പറഞ്ഞാൽ പോവില്ല എന്ന് തീരുമാനിക്കാൻ, കാലുകളെ പിറകോട്ട് വലിക്കാൻ, അത് പിടിക്കരുതെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കരങ്ങളെ തിരിച്ചു വലിക്കാൻ, അങ്ങോട്ട് നോക്കരുതെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണുകളെ താഴ്ത്താൻ, അത് കേൾക്കരുതെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വൃത്തികെട്ടത് കേൾക്കുന്നതിൽ നിന്ന് എൻ്റെ കാതുകൾക്ക് മൂടിയിടാൻ ഒരടിമക്ക് കഴിയണം. അല്ലാഹു വെച്ച അതിർവരമ്പുകളെ പാലിക്കുന്നവരും സൂക്ഷിക്കുന്നവരുമായിരിക്കും അവർ. എന്നിട്ട് അല്ലാഹത്തെ അവസാനിപ്പിക്കാൻ പറഞ്ഞു, വബശ്ശിരിൽ മുഅ്മിനീൻ, അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കൂ പ്രവാചകരെ. അപ്പം എങ്ങനെ നന്ദി കാണിക്കണം എന്നതിന് കുറേ കാര്യങ്ങൾ പറയാം. ഞാനൊരായത്ത് പറഞ്ഞിട്ടുള്ളത്, ഇത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 9-ാമത്തെ സൂറത്തിലെ 112-ാമത്തെ വചനമാണ്. അത് നിങ്ങൾ വീട്ടിൽ പോയി അതിൻ്റെ തഫ്സീർ എടുത്ത് വായിച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞതിനപ്പുറമായി കുറേ കാര്യങ്ങൾ നിങ്ങൾക്കതിലൂടെ വായിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് നന്ദിയുള്ള അടിമയാവുക, പശ്ചാത്താപ മനസ്സും. അള്ളാഹ്ക്ക് ഒരേ ഇഷ്ടമാണത്. ഒരു തെറ്റൊരു അടിമ ചെയ്തു, മനുഷ്യർ തെറ്റിയും. ആ തെറ്റ് ചെയ്താൽ നന്ദിയുള്ള അടിമയുടെ സ്വഭാവം, പടച്ചോനെ തെറ്റായിപ്പോയി, റബ്ബേ സംഭവിച്ചു പോയി, അള്ളാഹുവേ അറിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് അത് വന്നുപോയി, പടച്ചോനെ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ആലോചിക്കാതെ ഞാൻ ചെന്ന് വീണു അതിൽ, ഇനി നീയല്ലാതെ എനിക്ക് മാപ്പ് തരാൻ ആരുമില്ല, നീ പുറത്തുകൊണ്ട അല്ലാ എന്ന് പറഞ്ഞ് കണ്ണു നനഞ്ഞ് ചുണ്ട് വിറച്ച് ഗദ്ഗദമായി റബ്ബിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തുക. അതാണ് നന്ദിയുള്ളൊരു അടിമയുടെ സ്വഭാവം. വയ്യിദ് തഅദ്ദന റബ്ബുക്കും, ലോകത്തിന്റെ രക്ഷിതാവായ നിങ്ങളുടെ റബ്ബ് ഒരു വിളംബരം നടത്തിയിട്ടുണ്ട്. എന്താണത്? ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, ലഅസീദന്നകും, നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും, നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എൻ്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അധിക ദിവസം ഇങ്ങനെ പറയും സഹാബത്തിനോട്, മാലി വലി ദുനിയ. ആ വാക്ക് നമ്മളെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവണം കേട്ടോ. റസൂൽ ഇങ്ങനെ പറയാം ഇടയ്ക്ക് സഹാബത്തിനോട്. സഹാബത്ത് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ദുനിയാവിൻ്റെ കാര്യമൊക്കെ ചോദിക്കൂലേ, അപ്പോൾ റസൂൽ പറയും മാലി വലി ദുനിയ, ഞാനും ദുനിയാവും എന്ത്, ഞാനും ദുനിയാവും എന്ത്, നമ്മളിപ്പോൾ പോവാനുള്ളവരല്ലേ, ഈ ദുനിയാവ് എന്ത് മോനെ ഈ ദുനിയാവ്, ഞാനും ദുനിയാവും എന്ത് എന്ന് ചോദിച്ചാൽ, എന്താ എനിക്ക് ഈ ദുനിയാവിലുള്ളത്, ഇപ്പം പോവാനുള്ളതല്ലേ, റബ്ബ് തിരിച്ചു വിളിക്കാനുള്ളതല്ലേ. ഈ ഒരു ഒരുക്കം, ഈ ഒരു ബോധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടക്കിടക്ക് പറയും. ഒരിക്കൽ പ്രവാചകൻ ഒരു ദിവസം രാത്രി നേരം വെളുക്കുന്നത് വരെ നിസ്കരിച്ചപ്പോൾ ഒരായത്തോതി നിസ്കരിച്ചത്, ഒരൊറ്റായത്ത്, നേരം വെളുക്കുന്നത് വരെ. സ്വഹീഹായ ഹദീസുകളിൽ വന്നതാണ്. ആ ആയത്ത് ഏതാണെന്നറിയോ? ഇതാണ്, കേട്ടോളൂ. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്. അർത്ഥം മനസ്സിലായില്ലേ? എന്താ? ഇൻ തുഅദ്ദിബുഹും, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ, ഫഇന്നഹും, തീർച്ചയായും അവർ, ഇബാദുക്, നിന്റെ അടിമയാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. റബ്ബേ നീ അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ, റബ്ബേ നിന്റെ അടിമകളാണവർ, ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ നിസ്സഹായരാണ്, അവർ തെറ്റ് ചെയ്തിട്ടായിരിക്കും, പക്ഷെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. നിന്റെ ദാസന്മാരാണവർ, നിനക്ക് ശിക്ഷിക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ വഇൻ തഗ്ഫിർ ലഹും, റബ്ബേ നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ, ഫഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നീ പ്രതാപവാനും യുക്തിമാനുമായ റബ്ബേ നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ, നീയല്ലേ പ്രതാപവാൻ, നീയല്ലേ അൽ ഹക്കീം. ഈ ആയത്ത് പറഞ്ഞിട്ട് തെറ്റുകളെക്കുറിച്ച്, മനുഷ്യലോകത്തിൻ്റെ പാപങ്ങളെക്കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തു തന്നെ ഓതിയിട്ട്, ഒരു വട്ടല്ല രണ്ട് വട്ടല്ല, നേരം പുലരുവോളം രാത്രി നിസ്കാരത്തിൽ ഈ ഒരൊറ്റ ആയത്ത് തന്നെ ഓതി നമസ്കരിച്ചു എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നു.
അള്ളാഹുവേ നീ ശിക്ഷിക്കുകയാണെങ്കിൽ റബ്ബേ അവരെ ശിക്ഷിക്കാൻ നിനക്ക് അവകാശമുണ്ട്, നിന്റെ അടിമകളാണ്. നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ പ്രതാപവാനല്ലേ റബ്ബേ, നിനക്കല്ലേ അതിന് പുറത്തു കൊടുക്കാൻ കഴിയുള്ളൂ എന്നാണ് ആ ഉദ്ദേശം, ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ ഒരു രാത്രി മുഴുക്കെ നിസ്കരിച്ചത് എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നു. കാലിൽ നീര് വന്നപ്പോൾ കൂടെയുള്ളവർ ഭാര്യമാർ ചോദിച്ചു, സഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് അള്ളാഹു എല്ലാം പുറത്തു തന്നിട്ടില്ലേ, പിന്നെന്തിനാ നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പല്ലേ, സ്വർഗത്തിൻ്റെ 8 വാതിലും നിങ്ങൾക്ക് വേണ്ടി തുറക്കൂലേ, ആദ്യ സ്വർഗത്തിൻ്റെ വാതിലിൽ നിങ്ങളല്ലേ മുട്ടുന്നത്, ഖബറിൽ നിന്ന് ആദ്യം നിങ്ങളല്ലേ എഴുന്നേൽക്കുന്നത്, എല്ലാവരും കാലിൻ്റെ നെരിയാണി വരെ, മുട്ടുവരെ, ഊര വരെ, നെഞ്ചിടം വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ പ്രവാചകരെ അവിടെ വെച്ച് അള്ളാന്റെ മുമ്പിൽ സുജൂദിൽ വീണ് കുബ്രയായ ഷഫാഅത്ത് നടത്തി വിചാരണ തുടങ്ങാൻ വരെ നിങ്ങളുടെ ശുപാർശയല്ലേ അള്ളാഹു സ്വീകരിക്കുന്നത്, നിങ്ങൾക്കെല്ലാം പുറത്തു തന്നില്ലേ അല്ലാ, പിന്നെന്തിനാ നിങ്ങൾ ഈ കാലിൽ നീര് വരുമാറ് ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഇന്നത്തെ വിഷയത്തിന്റെ മർമ്മമാണ്. എന്താ പ്രവാചകൻ പറഞ്ഞത്? അഫലാ ഉഹിബ്ബു അൻ നകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവാൻ ഇഷ്ടപ്പെടുന്നില്ലേ, ഞാൻ എൻ്റെ റബ്ബിനോടൊരു നന്ദിയുള്ള അടിമയാകണ്ടേ, എനിക്കൊരുപാട് അനുഗ്രഹം പടച്ചോൻ തന്നിട്ടില്ലേ, അതോടൊരു നന്ദിയുള്ള അടിമ. അല്ലാഹുവേ നീ എന്നെ മിസ്കീനിൽ ഉൾപ്പെടുത്തണേ, വഅമിത്തിനി മിസ്കീന, എന്നെ മിസ്കീനായി മരിപ്പിക്കണേ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു മിസ്കീനിൽ ഉൾപ്പെടുത്തണം, എന്നെ മിസ്കീനായി മരിപ്പിക്കണം, നാളെ മിസ്കീനുകളുടെ കൂട്ടത്തിൽ നാളെ പരലോകത്ത് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ഹദീസിൽ കാണാം അല്ലേ. ആ പ്രവാചകനാണ് പറയുന്നത് അഫലാ ഉഹിബ്ബു അൻ നകൂന അബ്ദൻ ശകൂറ, ഒരു നന്ദിയുള്ള അടിമയായി ഞാൻ മാറണ്ടേ. ഇതൊക്കെ കണ്ടിട്ടാ റസൂലുള്ളാന്റെ ഭാര്യ രാത്രി നിസ്കരിക്കാൻ വേണ്ടി കയറ് കെട്ടിയത്, കാല് കുഴങ്ങി കയറുമ്മ പിടിച്ച് തൂങ്ങി നിസ്കരിക്കാൻ. പ്രവാചകൻ പറഞ്ഞു മുറിച്ചിടാ കയറ്, തളരുമ്പോൾ ഇരുന്ന് നിസ്കരിച്ചോ എന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുക, ഒരു നന്ദി, ഒരു കടപ്പാട് ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിനോട് നമുക്കുണ്ടോ? നമുക്കെത്രയോ അനുഗ്രഹം അള്ളാഹു നൽകിയിട്ടുണ്ട്, മുൻഗാമികൾക്ക് കൊടുക്കാത്തത്ര അനുഗ്രഹം നമുക്ക് റബ്ബ് നൽകിയിട്ടുണ്ട്. നല്ല വീടില്ലാത്തവരാരാ, നല്ല വാഹനമില്ലാത്തവരാരാ? ഈ നേരത്തെ അള്ളാഹ് നാളെ കണ്ടുമുട്ടുമ്പോൾ ചോദിച്ചില്ലേ, നിനക്ക് ഞാൻ നല്ല വിവാഹത്തിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കി തന്നില്ലേ, കല്യാണം കഴിക്കാത്തവരാരാ? കുടുംബജീവിതം നയിക്കാത്തവരാരാ? നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരായി, 2 കണ്ണും കാണുന്നവരായി, 2 കാതും കേൾക്കുന്നവരായി, കാര്യങ്ങളെ വിവച്ഛേദിച്ചു മനസ്സിലാക്കാൻ കഴിവുള്ളവരായി ഞാനും നിങ്ങളും നിന്നിട്ടും റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവരായി മാറിയാൽ ഏറ്റവും വലിയ നന്ദികേട് ശിർക്കാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ നാട്ടിൽ കടുത്ത ശിർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു കൂട്ടം ആളുകൾ കടുത്ത ശിർക്ക് ചെയ്യുമ്പോൾ പരീക്ഷണം എന്ന നിലക്ക് നാട്ടിലേക്ക് പരീക്ഷണ ശിക്ഷ ഇറക്കുമ്പോൾ എല്ലാവരും പെട്ടുപോകും. CM എന്ന് പറയുന്ന മനുഷ്യനെ തൊട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, മാലിക്കുൽ മുലൂക്കാണ് എന്നാണ് പ്രസംഗിക്കുന്നത്. രാജാതിരാജനായ അള്ളാന്റെ സ്ഥാനത്താ അല്ലേ. ഒരു കുട്ടിയും ഉണ്ടെന്നില്ല, ഒരു കുട്ടിയും പ്രതികരിക്കുന്നില്ല. ശക്തമായി പറയുന്നവരെ തീവ്ര നിലപാടിൻ്റെ ആളുകളായി ചിത്രീകരിക്കാനാണ് പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പ്രിയപ്പെട്ടവരെ, കടുത്ത ഭാഷയിൽ ശക്തമായി എതിർക്കേണ്ട കേസല്ലേ. മാലിക്കുൽ മുലൂക്കായി ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി, കാലിൻ്റെ തള്ളവിരൽ പഴുത്ത് അതുപോലും ചികിത്സിക്കാൻ പേടിയായി അങ്ങനെ മരിച്ചുപോയ, മാനസിക വിഭ്രാന്തിയിൽ മരിച്ചുപോയ CM എന്ന് പറയുന്ന വ്യക്തി ലോകത്തെ നിയന്ത്രിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഓരോ വർഷവും ഇറങ്ങുന്ന കോളേജുകൾ നടത്തിയിട്ട് എന്താ കാര്യം? റബ്ബിനെ കുറിച്ച് തെറ്റായ കാര്യം അള്ളാഹുവിനെ തൊട്ട് പറയുമ്പോൾ നാവനങ്ങാത്ത ദീനീബോധവും ബിരുദവും ആർക്ക് വേണം? ഞാൻ പറഞ്ഞാൽ എൻ്റെ സംഘത്തിലും സംഘടനയിലും അത് ഒറ്റപ്പെട്ട സംസാരമായി പോകുമെന്ന പേടിയുണ്ടെങ്കിൽ ചുണ്ടുകൾക്ക് സീല് വെച്ച് കൈകാലുകൾ സംസാരിക്കുന്ന, സാക്ഷി പറയുന്ന, തൊലി സംസാരിക്കുന്ന മനുഷ്യൻ തൊലി സംസാരിക്കുന്ന കേട്ടിട്ട് മനുഷ്യൻ നാളെ പരലോകത്തുനിന്ന് ചോദിക്കും ലിമ ഷഹിത്തും അലൈന, ലിമ ഷഹിത്തും അലൈന. തൊലിയോട് നമ്മൾ ചോദിക്കും, നമ്മുടെ തൊലി നമുക്കെതിരെ പറയും. അബൂബക്കറുടെ തൊലി അബൂബക്കറിനെതിരെ, ഷിയാബിൻ്റെ തൊലി ഷിയാബിനെതിരെ, മുഹമ്മദിൻ്റെ തൊലി മുഹമ്മദിനെതിരെ, ഫാത്തിമയുടെ തൊലി
ഫാത്തിമക്കെതിരെ പറയുമ്പോൾ ഫാത്തിമയും മുഹമ്മദും അബൂബക്കറും ഷിയാബും ചോദിക്കും, ലിമ ഷഹിദ്തും അലൈന, എന്തിനാ ഞമ്മക്കെതിരെ നീ സാക്ഷി പറയുന്നത്? എന്നെ റബ്ബ് നരകത്തിലിട്ടാൽ എൻ്റെ തൊലിയല്ലേ നീയും നരകത്തിലല്ലേ? അപ്പൊ തൊലി പറയുന്ന മറുപടി എന്താ അറിയോ? ഇതൊന്നും പറയാൻ ആഗ്രഹിച്ചതല്ല, അൻതഖനല്ലാ, ഞങ്ങളെ കൊണ്ട് അള്ളാഹു സംസാരിപ്പിച്ചതാ. ഇങ്ങനൊരു കോടതി നാളെ വരാനുണ്ട്, ഇങ്ങനൊരു കോടതി നാളെ വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വലിയ വിഷയത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. നന്ദിയുള്ളവരാവുക. ശരീരം തന്ന റബ്ബിന്, ഈ ശരീരം തന്ന എത്രയോ, ഇപ്പം ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, അതിൽ കുറേ കുട്ടികൾ ഓട്ടിസം ബാധിച്ച മക്കളാ. അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് കിട്ടിയ അനുഗ്രഹം മനസ്സിലാവും. കുറേ കുട്ടികൾ ലേണിംഗ് ഡിസാബിലിറ്റിയാണ്, അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് കിട്ടിയ അനുഗ്രഹം. കുറേ കുട്ടികൾ പിന്നെ മെൻ്റലി റിട്ടാർഡാണ്, കുറേ കുട്ടികൾക്ക് നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ നടക്കാൻ കഴിയില്ല. ഒരാളുടെ സഹായം ഇല്ലാതെ നമ്മളെ സ്ഥാപനത്തിൽ വരാൻ കഴിയില്ല. അവരങ്ങനെ കാണുമ്പോൾ നമ്മുടെ കാലും നമ്മുടെ കയ്യുമൊക്കെ റബ്ബ് തന്ന അപാരമായ പരീക്ഷണമായ അനുഗ്രഹമാണ്. അല്ലേ പ്രിയപ്പെട്ടവരെ? ലോകത്ത് ഒരു പലകയിൽ 4 മരത്തിൻ്റെയോ ഇരുമ്പിൻ്റെയോ ചക്രം വെച്ച് അതിൽ കടന്ന് ബെൽറ്റിട്ട് നിരങ്ങി നീങ്ങുന്നവരുണ്ട്. റബ്ബ് നമുക്ക് അപാരമായ അനുഗ്രഹം നൽകിയില്ലേ സുഹൃത്തുക്കളെ? ഈ ലോകം ജനിച്ചിട്ട് 60, 50, 80 കൊല്ലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് ഒരു നൊന്ത് പ്രസവിച്ച ഉമ്മയെ കാണാനോ ഈ പ്രകൃതിയുടെ മനോഹാരിതമായ ഭംഗിയെ കാണാനോ സാധിക്കാത്ത എത്രയോ മനുഷ്യർ ലോകത്തില്ലേ? ഇല്ലേ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇന്നും ആളുകളുടെ മുമ്പിൽ യാചിക്കുന്നവർ ലോകത്തില്ലേ? റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എല്ലാവരും ഇന്ത്യയിൽ നിന്ന് പോയിട്ടില്ല. അവരുടെ ഇന്റർവ്യൂ കണ്ടില്ലേ നിങ്ങൾ? ഡൽഹിയിലും ബോംബെയിലൊക്കെ ഞങ്ങൾ പാതിരാത്രിയായാൽ വലിയ ഇരുമ്പിൻ്റെ വേസ്റ്റ് ബോക്സിലേക്ക് ഞങ്ങൾ വരും, ചില തോട്ടിയുമായി. എന്നിട്ട് ഹോട്ടലുടമകൾ തട്ടിയത്, ബേക്കറിക്കാർ ഡേറ്റ് കഴിഞ്ഞ് ഒഴിവാക്കിയത്, പുഴുക്കളരിക്കുന്ന ഭാഗം ഞങ്ങൾ നോക്കി അതിൻ്റെ ഇപ്പുറം ഭാഗം മുറിച്ചെടുത്ത് പുഴുക്കളരിയുന്ന ഭാഗം ഞങ്ങൾ കാലിത്തീറ്റയാക്കി ഉണക്കിയെടുക്കും. പുഴുക്കളരിക്കാത്ത ഭാഗം ഞാനും ഞങ്ങളുടെ മക്കളും ഭക്ഷിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ വയറ് വിശപ്പടക്കുന്നത് എന്ന് ചാനൽ മാധ്യമങ്ങളോട് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അപ്പം റബ്ബ് നമുക്ക് തന്ന ഇന്നലെ വരെയുള്ള ഈ നിമിഷം വരെ, ഇന്നത്തെ അത്താഴം വരെ നമ്മൾ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടോ? റബ്ബ് ചിന്തിക്കുന്നവരിൽ, ആലോചിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബിൻ്റെ ഏറ്റവും വലിയ കൃപയും കരുണയും നമ്മുടെ മേൽ അള്ളാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ എത്രയോ അനുഗ്രഹം അത് കോരിച്ചൊരിഞ്ഞിതെന്ന് ആവോളം ആസ്വദിച്ചവരാണ് ഞങ്ങൾ. അള്ളാഹുവേ, അത് നിമിത്തം ഞങ്ങളെ നീ പിടികൂടല്ലേ റബ്ബേ. അള്ളാഹുവേ, അതിന് നന്ദിയുള്ള അടിമകളാക്കി ഞങ്ങളെ നീ മാറ്റി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ റുക്ഉകൾ, ഞങ്ങളുടെ സുജൂദുകൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, അള്ളാഹുവേ, ഞങ്ങളുടെ ദിക്റുകൾ, ഞങ്ങൾ നിന്നിലേക്കുയർത്തിയ ഓരോ പ്രാർത്ഥനാവചനങ്ങളും സ്വീകരിച്ച് അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ഇന്നു മുതൽ ഞങ്ങൾ അവസാന 10ലേക്ക്, ഒറ്റയിട്ട രാവിലേക്ക് പ്രവേശിക്കുകയാണ്. ലൈലത്തുൽ ഖദർ എന്ന 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു അമല് ചെയ്താൽ കൂലി കിട്ടാൻ സാധ്യതയുള്ള ആ ദിവസങ്ങളിൽ ഞങ്ങളെയും നീ അംഗമാക്കി നിന്റെ മലായിക്കത്തുകൾ വന്ന് രേഖപ്പെടുത്തുന്ന രേഖകളിൽ ഞങ്ങളുടെ പേരും ചേർത്ത് അള്ളാഹുവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അള്ളാഹുവേ, ലോകത്തിൻ്റെ നാനാഭാഗത്ത് മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രം വേദനിച്ചു കൊണ്ടിരിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന, നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാർ, കുട്ടികൾ ഫലസ്തീനിൻ്റെ മണ്ണിലുണ്ട്, ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട്. അള്ളാഹുവേ, ലോകത്തിൻ്റെ രക്ഷിതാവേ, അവർക്ക് നീ അഭയം നൽകണേ അല്ലാ, ആശ്രയം നൽകണേ അല്ലാ, ഒരു സ്വതന്ത്ര ഫലസ്തീൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് നിന്ന് പോലും ഞങ്ങൾ വാർത്തകൾ കേൾക്കുന്നു, പ്രായമുള്ള മനുഷ്യനെ തല്ലിക്കൊന്നുവെന്ന്, മാംസത്തിൻ്റെ പേരിൽ അടിച്ചുകൊന്നുവെന്ന്, ഇസ്ലാമിനെ കളിയാക്കിയപ്പോൾ ഒന്ന് പ്രതികരിച്ചതിൻ്റെ പേരിൽ റോഡ് സൈഡിലിട്ട് തല്ലിക്കൊന്നുവെന്ന്, പേര് മുസ്ലിമാണോ എന്ന് ചോദിച്ച് തല്ലിക്കൊന്നതിന് ശേഷം രേഖകൾ പരിശോധിക്കുമ്പോൾ മുസ്ലിം അല്ലാത്ത വാർത്തകൾ കേരളത്തിൽ നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവേ, ഒരു മുസ്ലിമായതിൻ്റെ പേരിൽ ഇസ്സത്തോടു കൂടി ജീവിക്കാൻ, അഭിമാനത്തോടു കൂടി ജീവിക്കാൻ, മുൻഗാമികൾ ഈ രാജ്യത്ത് ദഅവത്ത് നിർവഹിച്ചതുപോലെ നിർവഹിക്കാൻ അള്ളാഹുവേ, ഇവിടുത്തെ ജനാധിപത്യ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിന്റെ ദീനിൻ്റെ ഈ വഹ്ദാനിയത്ത് പ്രചരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ ത്വഖത്ത് നൽകണേ അല്ലാ.
ഞങ്ങൾക്ക് നീ കഴിവ് നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ കൊച്ചു കൊച്ചു സംസാരങ്ങളിലൂടെ ഈ ദീനിലേക്ക്, ഈ വഹ്ദാനിയത്തിലേക്ക്, നിന്റെ വഹ്ദാനിയത്തിലേക്ക് റബ്ബേ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകളോ ഒരു വ്യക്തിയോ കടന്നു വരാൻ അവസരമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീ സ്വീകരിച്ച് ഈ ഭൂമിയേക്കാൾ വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് പരലോകത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മുൻഗാമികൾ തൗഹീദിന്റെ പേരിൽ സഹിക്കേണ്ടി വന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെയുണ്ട്, കേട്ടിട്ടുണ്ട്. അള്ളാഹുവേ, അത് സത്യമാണല്ലോ. അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് നീ ശമനം കൊടുക്കണേ അല്ലാ. നോമ്പിനി ക്ലാസ്സിന് പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ട് വരാൻ കൊതിച്ചിട്ട് ഹോസ്പിറ്റൽ പ്രശ്നങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്തവർ, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്തവർ അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് നീ ശമനം നൽകണേ അല്ലാ, പ്രതിഫലം നൽകണേ അല്ലാ. അള്ളാഹുവെ, ഒരുപാട് സംരംഭങ്ങൾക്ക്, പള്ളികൾക്ക്, സ്ഥാപനങ്ങൾക്ക്, ഓർഫനേജുകൾക്ക്, പാവപ്പെട്ട നിരാലംബരായ കുട്ടികൾ പഠിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഞങ്ങൾ ഈ റമദാനിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ, സ്വതക്കയുടെ തണൽ പലപ്പോഴും ഞങ്ങൾക്ക് രക്ഷയായി വരുമെന്നാണല്ലോ. ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് നീ രക്ഷ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ പ്രവേശിക്കുന്ന ഉന്നതമായ സ്വർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ടുണ്ട്. അവരുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ലോകത്തിൻ്റെ എവിടെ വെച്ച് മരിക്കുമെന്നറിയില്ല, നിനക്കറിയുമല്ലോ റബ്ബേ. നല്ല സന്ദർഭത്തിലും നല്ല സാഹചര്യത്തിലും ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.